ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു കൂൾ ഡ്രിങ്ക് ആണ്. ചൂടൊക്കെ കൂടി വരുന്ന ഈ സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കൂൾ ഡ്രിങ്ക്സ് ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു മിൽക്ക് ഷേക്കാണ്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 7 ചക്കക്കുരുവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം തയ്യാറാക്കണം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടാം. നമുക്ക് എത്ര ഗ്ലാസ് ആണ് വേണ്ടി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചക്കക്കുരുവിൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ്, അതായത് 3 ഗ്ലാസ് പാലാണ് കേട്ടോ എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഇതാ ചക്കക്കുരുവൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള തൊലി ഇളക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള ബ്രൗൺ പോർഷൻ നമ്മൾ കളയാതെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സ്വല്പമൊക്കെ പോക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്താ ഒരു നുള്ള കല്ലുപ്പ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. കാരണം നമ്മുടെ ഒരു സോൾട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് കൂടിയാണ്. കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട, ഒരു നുള്ള മതി. ഇപ്പോൾ തന്നെ ഞാൻ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ചക്കക്കുരു ഇങ്ങനെ തന്നെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പാലിൽ വേറെ തന്നെ ചക്കക്കുരു ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഇതാ ചക്കക്കുരു നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കട്ടപ്പാലാണ് കൂടുതലായിട്ട് നന്നാവുക. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പാലൊക്കെ നല്ല കട്ടയായതിനു ശേഷം എടുത്തിട്ട് ജ്യൂസ് അടിച്ചാലും മതി. ഇപ്പം ഞാനിവിടെ കട്ടയൊന്നും ആക്കി എടുത്തിട്ടില്ല, ലൂസായിട്ട് തന്നെയാണുള്ളത് പാല്. അപ്പം നമുക്ക് ആ പാൽ ഇവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നൊരു ഇൻഗ്രീഡിയൻസ് മിൽക്ക് മെയ്ഡാണ്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്കായിട്ടൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം 3 ഗ്ലാസ്സിലേക്ക് ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മിൽക്ക് ഷേക്ക് അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഞാനിതിൽ 2 ഗ്ലാസ്സേ കാണിക്കുന്നുള്ളൂ. നമുക്കിത് കുറച്ച് കട്ട പാലാണ് ഉപയോഗിക്കുന്നതനുസരിച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പംകിൻ സീഡ് ഇല്ലേ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഈ പംകിൻ സീഡ് ഒന്നുകൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെയധികം ന്യൂട്രീഷ്യസ് ആണ് കേട്ടോ ഇത്. ചക്കക്കുരു എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ചക്കക്കുരുവിൽ ധാരാളമായിട്ടുള്ള പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചക്കക്കുരുവൊക്കെ കറി വെച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അത് കളയാതെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ആ ബ്രൗൺ പോർഷന് ക്യാൻസർ വരെ തടയാനുള്ള കഴിവുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മിൽക്ക് ഷേക്ക് റെഡിയാക്കി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ കയ്യിലുള്ളവർ ചേർത്താൽ മതി. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് ചേർക്കുന്ന സമയത്ത്. ഇല്ലെങ്കിൽ അതില്ലാതെ തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ട് വെക്കണം, എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്